ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സോഷ്യൽ സയൻസിലെ ഏർലി സ്റ്റേറ്റസ് അല്ലെങ്കിൽ ആദ്യകാല രാഷ്ട്രങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. സെക്കൻഡ് ചാപ്റ്ററാണ്. ഈ കുട്ടികളെ ശ്രദ്ധിച്ചോ? നിങ്ങളെപ്പോലെയുള്ള കുട്ടികളാണല്ലേ. ഈ കുട്ടികൾ 4 പേരും 4 കൺട്രീസിനെ റെപ്രസെന്റ് ചെയ്തിട്ട് വന്നവരാണ്. ഗ്രീസ്, ഇറാൻ, ഇറ്റലി, ഇന്ത്യ അല്ലെ. ഇവിടെ കുറെ കാണികളും ഇരിക്കുന്നുണ്ട്. ഈ കാണികൾ എന്ത് കാണാനാണ് ഇവിടെ ഇരിക്കുന്നത്? കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം അഥവാ സാംസ്കാരിക വിനിമയ പരിപാടി കാണാൻ വേണ്ടിയിട്ടാണ് ഈ കാണികളെല്ലാം ഇരിക്കുന്നത്. ഓരോ രാജ്യത്തിന്റെ കൾച്ചറിനെ കുറിച്ചും അവിടുത്തെ ഹിസ്റ്ററിയെ കുറിച്ചൊക്കെ പറയുന്ന ഒരു പ്രോഗ്രാമാണ് കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്നുള്ളത്. എല്ലാ വർഷവും ഇന്ത്യ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് ഈ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്നുള്ളത്. പ്രിയപ്പെട്ട കുട്ടികളെ, സാംസ്കാരിക വിനിമയ പരിപാടിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിവിധ രാജ്യങ്ങളുടെയും പ്രദേശങ്ങളുടെയും ചരിത്രവും സംസ്കാരവും പരസ്പരം മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്നതാണ് സാംസ്കാരിക വിനിമയ പരിപാടികൾ. വിവിധ രാജ്യങ്ങളിലെ വിദ്യാർത്ഥി പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാ വർഷവും ഇത്തരം സാംസ്കാരിക വിനിമയ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ വർഷം ഗ്രീസ്, ഇറാൻ, ഇറ്റലി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഇന്ത്യ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ പങ്കെടുത്തത്. ഓരോ രാജ്യത്തിൽ നിന്നുമുള്ള വിദ്യാർത്ഥി പ്രതിനിധികൾ അവരുടെ രാജ്യത്തിന്റെ ചരിത്രവും സംസ്കാരവും പങ്കുവെച്ച് നമുക്ക് പരിചയപ്പെടാം എന്നുള്ളതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രീസിനെ കുറിച്ചാണ്. ഗ്രീക്ക്. കൂട്ടുകാരെ, ഈ ചിഹ്നം നിങ്ങൾക്ക് പരിചിതമാണല്ലോ. ഇന്ന് ലോകം മുഴുവൻ ഉത്സാഹത്തോടെ പങ്കെടുക്കുന്ന ഒളിമ്പിക്സിന് ആരംഭം കുറിച്ചത് പുരാതന ഗ്രീസിലാണ്. ഗ്രീക്ക് നഗരരാഷ്ട്രമായ ഏതൻസിൽ ഉടലെടുത്ത ജനാധിപത്യം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ്. തെക്കു കിഴക്കൻ യൂറോപ്പിലാണ് ഗ്രീസ് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നു സ്ഥിതി ചെയ്യുന്ന ഒറ്റപ്പെട്ട താഴ്വരകൾ, കുന്നുകൾ, ചെറുപർവ്വതങ്ങൾ തുടങ്ങിയ ഭൂമിശാസ്ത്ര സവിശേഷതകളാൽ സമ്പന്നമാണ് എൻ്റെ രാജ്യം. ഗ്രീസിൽ നിന്ന് വന്ന പെൺകുട്ടി പറയാണ്. ഒളിമ്പിക്സ് ആരംഭിച്ചത് ഗ്രീസിൽ നിന്നാണ്. ജനാധിപത്യത്തിന്റെ ആരംഭവും ഗ്രീസിലാണ് ഇതാക്കിയത്. ഗ്രീസിലെ എവിടെയാണ്? ഒരു ഗ്രീസിലെ ഒരു നഗരത്തിലാണ്. സിറ്റി സ്റ്റേറ്റ് ഏതൻസിൽ കേട്ടോ. ഗ്രീക്കിലെ ഒരു നഗരമായ ഏതൻസിൽ വെച്ചിട്ടാണ് ഇതാക്കിയിട്ടുള്ളത് ഡെമോക്രസി, അതായത് ജനാധിപത്യം ഉടലെടുത്തത് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ഗ്രീസിനെ കുറിച്ച് ആ മോള് പറഞ്ഞത്? നമുക്കിവിടെ എഴുതാനുണ്ട്. പേജ് നമ്പർ 24 അത് എഴുതാം. അപ്പോൾ മലയാളം മീഡിയക്കാർ മലയാളം എഴുതുക, ഇംഗ്ലീഷ് മീഡിയക്കാർ ഇംഗ്ലീഷ് എഴുതുക കേട്ടോ. അപ്പോൾ ഒളിമ്പിക്സ് ആരംഭിച്ചത് പുരാതന ഗ്രീസിലാണ്. ജനാധിപത്യം ഉടലെടുത്തത് ഗ്രീക്ക് നഗര രാഷ്ട്രമായ ഏതൻസിൽ നിന്നാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നു സ്ഥിതി ചെയ്യുന്ന ഒറ്റപ്പെട്ട താഴ്വരകൾ, കുന്നുകൾ, ചെറുപർവ്വതങ്ങൾ തുടങ്ങിയ ഭൂമിശാസ്ത്ര സവിശേഷതകളാണ്. ഇത്രയും മലയാള കുട്ടികൾ എഴുതുക, ഇംഗ്ലീഷ് എഴുതുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രീസിനെ കുറിച്ചാണ്. ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങൾ, ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ് എന്ന് നോക്കാം. എന്തൊക്കെയാണ് നമുക്കുള്ളത് എന്ന് നോക്കാം. പുരാതന ഗ്രീസിൽ ഗ്രാമങ്ങളായിരുന്നു പ്രധാന അധിവാസ കേന്ദ്രങ്ങൾ. കൃഷിയും കച്ചവടവും വികസിച്ചതോടെ നഗരങ്ങൾ രൂപം കൊണ്ടു. കാലക്രമേണ ഒരു നഗരവും ചുറ്റുമുള്ള കുറേ ഗ്രാമങ്ങളും ഒത്തുചേർന്ന് നഗരരാഷ്ട്രങ്ങളായി രൂപാന്തരം പ്രാപിക്കാൻ തുടങ്ങി. ഈ നഗരരാഷ്ട്രങ്ങൾ പോളിസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എങ്ങനെയാണ് ഒരു നഗരം രൂപാന്തരപ്പെട്ടത് എന്നുള്ളത് മനസ്സിലായല്ലോ. കുറേ ചെറു ഗ്രാമങ്ങൾ കൂടി ചേർന്നിട്ട് ആണ് നമ്മുടെ നഗരങ്ങളായിട്ട് രൂപാന്തരം പ്രാപിച്ചത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രീസ്. ഗ്രീസിലെ പ്രധാനപ്പെട്ട നഗര രാഷ്ട്രങ്ങളാണ് അവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട 2 രാഷ്ട്രങ്ങളാണ് ഏതൻസും സ്പാർട്ടയും. ഓക്കെ, ഇവിടെ 4 രാഷ്ട്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് കൊറിന്ത്, തീബ്സ്, ഏതൻസ്, സ്പാർട്ട. ഇതിൽ ഏതൻസും സ്പാർട്ടയുമാണ് പ്രധാനപ്പെട്ട നഗരങ്ങൾ. അപ്പോൾ അത് മാത്രം നന്നായിട്ട് പഠിക്കാട്ടോ. ഏതൻസിനെ കുറിച്ചുള്ള പ്രധാന പോയിന്റുകളാണ് ഇനി പറയാൻ പോകുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട്, അതൊന്ന് എഴുതിയെടുക്കാം, എന്നിട്ട് പഠിക്കാട്ടോ. ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉടലെടുത്തത് ഗ്രീക്ക് നഗര രാഷ്ട്രമായ ഏതൻസിലാണ്. The initial form of democracy originated in the Greek city state of Athens. ഇങ്ങനെയുള്ള പോയിന്റുകൾ, പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അത് എഴുതിയെടുക്കുക, എന്നിട്ട് നന്നായി പഠിക്കുക. എന്തായാലും എക്സാമിന് ഉണ്ടായിരിക്കുന്ന പോയിന്റ്സ് ആണ് ഇവിടെ ഞാൻ ഇട്ട് തന്നിട്ടുള്ളത്.
അപ്പോൾ ഏതൻസിലെ ആണുങ്ങൾക്ക് മാത്രമാണ് പൗരത്വം ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ ഏതൻസിൽ എല്ലാവരെയും പൗരന്മാരായിട്ട് പരിഗണിച്ചിരുന്നില്ല, എല്ലാ ആണുങ്ങളെയും പൗരന്മാരായിട്ട് പരിഗണിച്ചിരുന്നില്ല. എന്തായിരുന്നു, ഒരു വ്യക്തിക്ക് പൗരത്വ പദവി ലഭിക്കണമെങ്കിൽ അയാൾ സ്വതന്ത്രനായ പുരുഷനായിരിക്കണം, രക്ഷാകർത്താക്കൾ ഏതൻസുകാർ ആയിരിക്കണം എന്നിങ്ങനെയുള്ള നിബന്ധനകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കട്ടോ. ഇതൊക്കെ ഓരോ പോയിന്റുകളാണ്. അടുത്ത പോയിന്റ്, പെരിക്ലിസിന്റെ കാലത്താണ് ഏതൻസിൽ ജനാധിപത്യം വിപുലമാകാൻ തുടങ്ങിയത്. ഏതൻസിലെ രാഷ്ട്രീയ സഭ അസംബ്ലി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ദ പൊളിറ്റിക്കൽ ബോഡി ഓഫ് ഏതൻസ് വാസ് നോൺ ആസ് ദ അസംബ്ലി. ഇനി നമുക്ക് പെരിക്ലിസിനെ കുറിച്ച് നോക്കാം. ഏതൻസിലെ ശക്തനായ ഭരണാധികാരിയായിരുന്ന പെരിക്ലിസിന്റെ ഭരണകാലത്താണ് ഏതൻസ് ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളിൽ പ്രബലമായ സ്ഥാനം നേടിയെടുത്തത്. അധികാരം ഒരാളിൽ കേന്ദ്രീകരിക്കാതെ എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തമുള്ളതാകണം എന്നായിരുന്നു പെരിക്ലിസിന്റെ ആശയം. ഏതൻസിലെ രാഷ്ട്രീയ സഭയെ വിളിച്ചിരുന്ന പേരെന്തായിരുന്നു? അസംബ്ലി. ASSEMBLY, അസംബ്ലി. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഫെമിലിയർ വിത്ത് അതർ ഫീച്ചേഴ്സ് ഓഫ് ഏതൻസ്. ഓക്കെ, ഇതും നമ്മൾ നന്നായിട്ട് തന്നെ പഠിക്കുക. എ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ദാറ്റ് ഗേവ് ഇമ്പോർട്ടൻസ് ടു ആർട്ട് ആൻഡ് കൾച്ചർ. പിന്നെ കലാ, സംസ്കാരം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്ന വിദ്യാഭ്യാസ രീതിയായിരുന്നു. അതുപോലെ 2 years ഓഫ് കമ്പൽസറി മിലിറ്ററി സർവീസ് ഫോർ ബോയ്സ്. ആൺകുട്ടികൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം. പിന്നെ ശക്തമായ കപ്പൽ പടയും സൈനിക വ്യൂഹവും. എ സ്ട്രോങ് നേവി ആൻഡ് മിലിറ്ററി കേട്ടോ. അപ്പൊ ഇതും ഈ ഒരു 3 പോയിന്റും കൂടെ നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക. ഇനി അടുത്ത സിറ്റി സ്റ്റേറ്റ് ഏതായിരുന്നു? സ്പാർട്ട ആയിരുന്നു അല്ലെ. അപ്പൊ സ്പാർട്ടയിലെ വിദ്യാഭ്യാസ രീതി ഒക്കെ എങ്ങനെയാണെന്നുള്ളതാണ് അടുത്തത് ഇനി പോയിന്റ് ഇട്ടുള്ളത്. പരമ്പരാഗത മൂല്യങ്ങൾക്കും സൈനിക പരിശീലനത്തിനും മുൻതൂക്കമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു. അതുപോലെ ആൺകുട്ടികൾക്ക് 23 വർഷത്തെ സൈനിക സേവനം നിർബന്ധമായിരുന്നു. അപ്പോൾ ഏതൻസിലെയും സ്പാർട്ടയിലെയും സൈനിക രീതിയും അതുപോലെ വിദ്യാഭ്യാസ രീതിയും ഒക്കെ കേട്ടല്ലോ. അപ്പൊ രണ്ടും ഒന്ന് ക്ലിയർ ആയിട്ട് പഠിക്കാം. ഇനി പ്രധാനപ്പെട്ട അടുത്തൊരു പോയിന്റ് ആണ് ഗ്രീക്കോ പേർഷ്യൻ വാർസ്, അതായത് ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങൾ. ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളുമായി ശത്രുതയിലായിരുന്ന പേർഷ്യൻ സാമ്രാജ്യത്തെ ഏതൻസിന്റെയും സ്പാർട്ടയുടെയും സംയുക്ത സൈന്യം ആക്രമിച്ചു കീഴടക്കി. ഈ യുദ്ധങ്ങളാണ് ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇതൊന്ന് പഠിക്കണം, അതിന്റെ ഇംഗ്ലീഷ് വേർഷനും പഠിക്കണം. ഇനി ഒരു യുദ്ധം കൂടെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ, അതും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഏതൻസും സ്പാർട്ടയും ശത്രുക്കളായപ്പോൾ അവർ തമ്മിലുണ്ടായ യുദ്ധത്തിനാണ് നമ്മൾ പെലോപ്പനീസൻ വാർ എന്ന് പറയുന്നത്. ആ ഒരു യുദ്ധത്തിന്റെ നെയിമും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. എന്നാൽ പിൽക്കാലത്ത് ഏതൻസുമായി ശത്രുതയിലായ സ്പാർട്ടയുമായി സഖ്യത്തിലായിരുന്ന ചില നഗര രാഷ്ട്രങ്ങളും ചേർന്ന് ഏതൻസിനെ ആക്രമിച്ചു. പെലോപ്പൊനീഷ്യൻ യുദ്ധങ്ങൾ എന്നറിയപ്പെട്ട ഈ യുദ്ധത്തിൽ സ്പാർട്ട വിജയിച്ചു. അപ്പൊ ഈ ഒരു കാര്യം കൂടി, എന്താണ് പെലോപ്പൊനീഷ്യൻ യുദ്ധം എന്നുള്ളത് കൂടെ ഒന്ന് പഠിച്ചു വെക്കണേ. ഇത് 2 യുദ്ധങ്ങൾ നിങ്ങൾ കാണാതെ പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി അടുത്ത് പറയുന്നത് മാരത്തൺ ഓട്ടം. എന്താണ് ഈ മാരത്തൺ ഓട്ടം? ഗ്രീക്കോ പേർഷ്യൻ യുദ്ധകാലത്ത് ഏതൻസിൽ നിന്ന് 26 മൈലുകൾക്കപ്പുറത്തുള്ള മാരത്തണിൽ വെച്ച് ഗ്രീക്കുകാരും പേർഷ്യക്കാരും ഏറ്റുമുട്ടി. യുദ്ധത്തിൽ ഗ്രീക്കുകാർ വിജയികളായി. വിജയവാർത്ത അറിയിക്കുന്നതിനു വേണ്ടി ഒരു സന്ദേശവാഹകനെ ഏതൻസിലേക്ക് അയച്ചു. അത്രയും ദൂരം ഓടിയെത്തി. അയാൾ സന്തോഷത്തോടെ ആഹ്ലാദിക്കൂ, നമ്മൾ വിജയിച്ചു എന്ന് ആർത്തു വിളിച്ചു. എന്നാൽ ദീർഘദൂരം ഓടിയതിന്റെ ഫലമായി അയാൾ അപ്പോൾ തന്നെ മരണപ്പെട്ടു. ഈ ഓട്ടത്തിന്റെ ഓർമ്മയ്ക്കായി ദീർഘദൂര ഓട്ടത്തിന് മാരത്തൺ ഓട്ടം എന്ന് പേര് നൽകിയിരിക്കുന്നു. അതുപോലെ അതിന് താഴെ കൊടുത്തിട്ടുള്ള ഹെറോഡോട്ടസും തൂസിഡൈഡ്സും ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങളെ ഇതിവൃത്തമാക്കി രചിച്ച കൃതിയാണ് ദ ഹിസ്റ്ററീസ്. ലോകത്തെ ആദ്യത്തെ ചരിത്ര കൃതിയാണിത്. ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹെറോഡോട്ടസ് ആണ് ഈ കൃതി രചിച്ചത്. സ്പാർട്ടയും ഏതൻസും തമ്മിൽ നടന്ന പെലോപ്പൊനീഷ്യൻ യുദ്ധങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തിയത് തൂസിഡൈഡ്സ് എന്ന ചരിത്രകാരനാണ്. ഹിസ്റ്ററി ഓഫ് ദ പെലോപ്പൊനീഷ്യൻ വാർ എന്നാണ് ആ ചരിത്രകൃതിയുടെ
പേര്. അപ്പോൾ ഇതൊന്ന് വായിച്ച് നോക്കിയാൽ മതി കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് വായിച്ച് അറിഞ്ഞിരുന്നാൽ മതി. ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും വായിക്കണം. ഒരു അടുത്ത ഇമ്പോർട്ടൻ്റ് നോട്ടാണ്. ലോകത്തെ സ്വാധീനിച്ച പ്രധാന ഗ്രീക്ക് തത്വചിന്തകരാണ് സോക്രട്ടീസു, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ എന്നിവർ. അപ്പോൾ ഇവരുടെ 3 പേരുടെയും പേര് പഠിച്ചു വെക്കുക. സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ. ഓക്കെ, ഇത് കഴിഞ്ഞ തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഗ്രീക്ക് ഫിലോസഫേഴ്സ്. അപ്പോൾ ഈ 3 പേരും കൃത്യമായിട്ട് തന്നെ പഠിക്കുക. ഫസ്റ്റ് വൺ സോക്രട്ടീസ്. അറിവാണ് നന്മ എന്ന തത്വത്തിന് പ്രാധാന്യം നൽകി സംവാദ രീതി, സോക്രാറ്റിക് മെത്തേഡ്, സംവാദ രീതിയിലൂടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. അടുത്തത് പ്ലേറ്റോ സോക്രട്ടീസിന്റെ ശിഷ്യനായിരുന്നു അല്ലെ. അതുപോലെ അക്കാദമി എന്ന പഠന കേന്ദ്രം സ്ഥാപിച്ചു. ഫൗണ്ടഡ് എ സ്റ്റഡി സെന്റർ കോൾഡ് ദ അക്കാദമി. പിന്നെ ഫേമസ് വർക്ക് എന്താണ്? ദ റിപ്പബ്ലിക്. ഓക്കെ, അപ്പൊ പ്രധാന കൃതി റിപ്പബ്ലിക് ആയിരുന്നു. ലാസ്റ്റ് വൺ അരിസ്റ്റോട്ടിൽ. പ്ലേറ്റോയുടെ അക്കാദമിയിൽ വിദ്യാർത്ഥിയായിരുന്നു. ലൈസിയം എന്ന പഠന കേന്ദ്രം സ്ഥാപിച്ചു. പൊളിറ്റിക്സ് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ്, ഓതർ ഓഫ് ദ ബുക്ക് പൊളിറ്റിക്സ്. ഓക്കെ, അപ്പോൾ ഇത് 3 ഗ്രീക്ക് ഫിലോസഫേഴ്സ്. അപ്പോൾ ഇത് 3 പഠിക്കൽ നിർബന്ധമാണ്. ഈ 3 പേരുടെയും പേരുകൾ പഠിക്കണം കേട്ടോ. പഠിക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ഉണ്ടാകും.